പിന്നെ അതിൻ്റെ ചെറിയൊരു അന്മാറൊക്കെ കേട്ടോ ഓരോരുണ്ട് ബാക്കിലുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടോ. അങ്ങനത്തെ വീഡിയോ ടാർഗറ്റ് 50 അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം മഴ പുറത്തല്ല മഴ കേട്ടോ. സ്വന്തം വീഡിയോയിൽ വോയിസ് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവില്ല, അത് ക്ലിയറായി കേൾക്കുന്നുണ്ടാവില്ല. എല്ലാവരും ഒന്ന് കേൾക്കുക. അപ്പോൾ വേറൊക്കെ പുറത്ത് പോകുന്നതൊക്കെ മഴയാണ്, അപ്പോൾ സേഫൊന്നല്ല പുറത്ത് പോകണത്. എല്ലാവരും വീട്ടിൽ കെയർഫുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്നാലും നമ്മളെ വീടായിട്ട് പോയാലോ. അപ്പോൾ ഗായ്സ് അവൻ്റെ കേട്ടോ പണിയാട്ടോ. അവൻ്റെ അവർക്ക് എല്ലാ സാധനങ്ങളും പുറത്തൊക്കെ എടുത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ കൂടി ഇട്ടിരിക്കണം ഓരോ സാധനങ്ങൾ. ഇതൊക്കെ അവൻ്റെ ഡ്രസ്സുകളാട്ടോ. അതൊക്കെ അവൻ്റെ ഡ്രസ്സുകളാട്ടോ. അതുപോലെ ഗൈസ് അവൻ്റെ ഡ്രസ്സും മാറ്റിയൊക്കെ നമുക്ക് ഇതൊക്കെ ഇവിടെ ഇട്ടിട്ടുള്ള കാര്യം ഗൈസ്. പിന്നെ ഞാനൊരു സാധനം ഉണ്ടാക്കി കാണിച്ചത്. അതൊക്കെ ചില്ലിൻ്റെ കുപ്പിയൊക്കെ ഞാൻ വെള്ളം ഇട്ടിട്ടാ. ഞങ്ങൾക്കൊരു സാധനം കാണിച്ചില്ല, ഷോർട്ട് വീഡിയോയിൽ ഇട്ടിരുന്നു. മറ്റേ സാധനമൊക്കെ ഞാൻ ഉണ്ടാക്കിയത് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ സാധനം. ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തെ ഒരു സാധനം ഉണ്ടാക്കുന്ന സാധനം ഉണ്ടെന്ന് കാണുന്നില്ല. എവിടെടാ അതേ വെള്ളം നല്ലത് അരിപ്പ് ഞാൻ ഉണ്ടാക്കിയ സാധനം ഓർമ്മ ഉണ്ടാവുക. ഇപ്പോഴും പോയി ആക്കിയിട്ടുണ്ട്, ചെയ്ത് കൊടുത്താനുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടാണ് ഈ സാധനം കേട്ടോ. ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു എൻ്റെ ചാനലിൽ കേട്ടോ. അല്ലാതെ കണ്ടതൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനത്തെ ഉണ്ട്. ഇനിയും 3-4 കുപ്പിയൊക്കെ ഉണ്ട്. 4 കുപ്പികൾ ഇങ്ങനത്തെ തന്നെ ഇനിയുണ്ട്. ഇത് നമുക്ക് ചെറിയ ചെറിയ ക്രാഫ്റ്റൊക്കെ ചെയ്യണം. ഇതൊരു വീഡിയോസൊക്കെ ഇട്ടാൽ കേസ് നമ്മൾ ക്രാഫ്റ്റിൻ്റെ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഇതിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ടാണ് ഇടാത്ത. ഇപ്പം എന്ത് ഈ കാട്ടണേ ഇതിൻ്റെ തിരക്കിലാണ് ഇടാത്ത. ഈ ചില്ലും ഇതൊക്കെ ഒന്ന് മാറ്റേക്കണം, കുട്ടികളൊക്കെ ഒന്ന് മാറ്റേക്കാം. അപ്പം ഇടയിൽ കൂടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടും. നമ്മൾ ക്രാഫ്റ്റ്സൊക്കെ ചെയ്യും. എല്ലാവരും വീഡിയോസ് കാണണം. ഇതുകൊണ്ടൊരു ഇറങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ടാ. അപ്പോൾ ഉപയോഗിക്കുന്ന പ്രിപ്പയർ ചെയ്യേണ്ട ഒരാളാണ് കേട്ടോ ഗേസ്. അപ്പോൾ അതിന് കേസ് നമുക്ക് നമ്മൾ ഈ സാധനം ഞാൻ ഇട്ടാൽ കേട്ടോ. ഞാൻ വേറെ ഇതിൻ്റെ വെൽപ്പ് കൊണ്ടുപോയിട്ടോ ഇവിടെ കെട്ടാം. അവിടെ വെച്ചിട്ടോ ഓണതായി ഒരു ചെറിയ കുഞ്ഞി സാധനം കൂടി ഉണ്ട്. അത് ഞാനൊക്കെ കാണിച്ചു തരാം. കോട്ടയെല്ലാം കളിക്കലുണ്ടാവും, കോട്ടയൊക്കെ വെച്ച് കാണില്ലേ. ഇവർക്കൊരു ഇറങ്ങുന്ന മിക്ക സാധനം തന്നെയാണ് കേട്ടോ. ഇതൊക്കെ പോകണ്ട. ഇതാണ് അൽമറ. ഇതിൻ്റെ മേലാണ് ഗൈസ് ഇതിൻ്റെ ബൂഫറുള്ളത്. ഹോം തിയേറ്റർ കേട്ടോ. ഇന്ന് പോയി കാണിച്ചത് ഹോം തിയേറ്റർ. നല്ല ബാസുള്ള സംഭവം കേട്ടോ. എല്ലാം മുട്ടുട്ടോ. ബാസിൻ്റെ സൗണ്ട് കൺട്രോളിങ് ചെയ്യാൻ പറ്റും. അതിൽ മേലെ നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പോൾ പറഞ്ഞ സ്ഥലം ബാസുകളും ബാസും കോളയും ഇവിടെ കൺട്രോളിങ് ചെയ്യണം വെച്ചിട്ട് അതിനുള്ള കൊണ്ടൊരു കോഡ് വയർ ഇട്ടുകൊണ്ട് വർക്ക് ചെയ്തിട്ടോ. കൊണ്ട് വർക്ക് ചെയ്തില്ല. പിന്നെ അതൊക്കെ തന്നെ ഇവിടെ ചെറിയ എന്തോ പണിയിലാണ്. ഈ ഓരോ ചെറിയ ഉണ്ടാക്കാതൊക്കെ ഒന്ന് കാണിച്ചു നോക്കി. അതിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതിലെന്താ ഇത് കാര്യമുണ്ട്. ഇതിൽ പരാഗ് പറഞ്ഞൊരു കവർ. ഇതിലെന്താണ്, ഇതിലൊരു റബിസ് ക്യൂബ് ഉണ്ട്, ഒരു LED ലൈറ്റ്സും ഉണ്ട് കേട്ടോ. ലൈറ്റ് ഇടുന്നു പറഞ്ഞാൽ ഗേസ് ഞാൻ കമൻ്റ് അടിക്കണ്ട എല്ലാവരും കൂടി. പിന്നെ അതിൻ്റെ ഓരോ സാധനങ്ങൾ അപ്പോൾ ലൈറ്റ് ഉണ്ടാക്കിയെന്ന് വേണില്ലേ. അപ്പോൾ ലൈറ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞതാ. ഒന്ന് കണ്ടോക്കാം. നിങ്ങളുടെ കാണിച്ചത് ബാറ്ററി നമുക്ക് നമ്മളെ കട്ട ബാറ്ററിയാണ്. അതിനൊരു ലൈറ്റ് അപ്പോൾ എന്ത് സംഭവം തന്നെ ഇതുണ്ട്. ഇതുണ്ടായി വെച്ചെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പിന്നെ എന്താണെന്നാവെങ്കിൽ ഇതിൽ കുറേ സാധനങ്ങളുണ്ട്. ഓനെ കുറേ മണിക്ക് ഉപയോഗിക്കുന്നോ. ഇതിപ്പോൾ നമ്മൾ ആ എയർഫോൺ ഉണ്ടാകുക നമുക്ക് വാങ്ങിയ എയർഫോൺ അത് വേണ്ടി തച്ചുപിടിച്ച് എടുത്തിരിക്കണം. ഇതിലുണ്ട് സൗണ്ട് ബാറിൻ്റെ ബോർഡാട്ടോ. ഇതൊക്കെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ വലിച്ചെറിയണം കേസ്. അപ്പോൾ ഒരു വേസ്റ്റും കൊട്ടയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഒരു വേസ്റ്റും കൊട്ടയൊക്കെ ആക്കി മാറ്റണം.
പാടില്ല. കടി വെച്ചിട്ടാണ് അടിക്കിട്ടതാകും. ഇതൊക്കെ അമ്മാറ് ശരിയല്ലോ. ഒന്നും വേണ്ട ഒഴിവാക്കും. ഇത് ഉള്ളൊക്കെ മാറ്റിക്കണതാ. വേസ്റ്റൊക്കെ കാണിച്ചു റൈസ് ഇതൊക്കെ വാങ്ങി പോയിട്ട് നിന്നാണ് വേറെ കത്തുന്നത്. ഇതൊന്നും വേണ്ടാത്താണ് കേട്ടോ. ഇതാണ് ഒരു ക്യാമറന്റെ ഡിസ്പ്ലേ. ഒരു ക്യാമറന്റെ ഡിസ്പ്ലേ. ബാറ്ററി വേണ്ട. ആവശ്യമുണ്ടല്ലോ ബോഡി വേണ്ടല്ലോ. ആവശ്യമുണ്ടല്ലോ കുറെ സ്ക്രാപ്പുകളും ഉണ്ട്. കടന്നോട്ടെ ഒഴിവാക്കാറ്. പിന്നെ കാണിച്ചത് 2 ഡ്രസ്സ് പറഞ്ഞൊരു മലവാണ്. പിന്നെ അവൻ്റെ ടാബിനെ വാങ്ങിയപ്പോൾ എൻ്റെ കൂടെ കണ്ടോ എൻ്റെ കൂടെ പൗച്ച് വാങ്ങിയിരുന്നു. അപ്പം കയറിട്ട് ഇതൊന്ന് കാണിച്ച റൈസ് ഇതാ വേസ്റ്റുകൾ ചാർജ് വയറുകൾ സ്പീക്കറാണോ വയറൊക്കെ ആവശ്യമുണ്ടാവില്ലേ? സ്വിച്ച് ഇതാ ബാറ്ററി ഇതാ ഇതിന് നല്ല നല്ല ബാറ്ററീസ് ഒക്കെ ഉണ്ടല്ലോ. ലൈറ്റുകളും ഉണ്ട് ലൈറ്റുകൾ 3-4 വയറ് അതിന് കാണാൻ വേസ്റ്റ് ഒരുപാട്. എൻ്റെ ടാബിൽ നോവാണ്. അപ്പോൾ അതിക്ക് പാകമുള്ള ബാഗാട്ടോ. അങ്ങനെ പോകുമ്പോൾ കൊണ്ടുപോകാൻ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആട്ടോ. ഇതിനുള്ളിൽ എന്താണെന്ന് കാണണ്ട. ഉള്ളിലൊന്നും ചെയ്യാൻ നല്ല സോഫ്റ്റ് അല്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ തൂക്കി കൊണ്ടുപോകാൻ പറ്റിട്ടാണ്ടാ തോളിലൊക്കെ ഇട്ടിട്ട്. പിന്നെ ഒരു ബാഗ് ഉണ്ട് നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ പണിക്കാൻ ഉപയോഗിക്കണ. അത് ഫ്രീ തന്നാട്ടോ. പിന്നെ ഓരോ സാധനം ഇട്ടേക്കുന്ന ഓരോ ബോക്സുകൾ അത് അതിൻ്റെ കയ്യും കാലമൊക്കെ അത് ഒരു എടുത്താണ് തന്നെ ഫിറ്റ് ചെയ്യില്ലെന്ന് അറിയില്ല. അങ്ങനെ ഫിറ്റ് ചെയ്യാം. അങ്ങനെ സ്റ്റാൻഡ് പോലെ ഫിറ്റ് ആക്കലാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടാൽ പൂട്ടലാണേ. പിന്നെ എന്തൊക്കെ സ്റ്റിക്കേഴ്സ് ഉണ്ട് നമ്മൾ ബില്ല് ചെയ്യുന്ന പോലത്തെ. ഒന്നും വേണ്ടല്ല. എല്ലാ സ്ഥലത്തും അതും വേണ്ടല്ല. ഒരു സീറ്റ് അത് ഉള്ളിൽ വിധിക്കുന്നതാണ് അവൻ്റെ സാധനം എടുക്കാനായിട്ട്. കളഞ്ഞ 2 പിന്നെ ഒരു പെൻസിൽ ബോക്സ് ഉണ്ട്. ഇതൊക്കെ അവിടെ തന്നിരുന്നോന്ന് തോന്നുന്നു. പിന്നെ നെസിൽപ്പിൻ്റെ ഒരു കെട്ടന്നെ അവിടെ ഉണ്ട്. സ്റ്റിക്കേഴ്സ് ചെയ്യുന്നുണ്ട്. ഇതിന് മുന്നൊരു സാധനം ഉണ്ടാക്കിയിരുന്നു. ആ സാധനം കൂടി കാണിച്ച സാധനം കാണിച്ചു തന്നിട്ടില്ല. പക്ഷെ അതുള്ളിൽ ഫിറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഇതിന് ഫിറ്റ് ചെയ്തോണ്ട് ഇതിൽ കാണിച്ചു തരാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ച സംഭവം എന്തോ നമുക്ക് അത് ഉള്ളിൽ നിന്ന് ക്ലീൻ ആക്കണ്ട. ക്ലീനിൽ നിൽക്കുകയാണ് ഉണ്ടോ കാണാൻ പറ്റൂല. കേസ് ടോർച്ച് അടിച്ചാൽ ഇരുട്ടാണ്ട് കേസ് നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയില്ല കേട്ടോ. എന്നാലൊന്ന് ചെറിയ ഫ്ലാഷ് അടിച്ചുകൊണ്ട് ലൈറ്റ് ഉണ്ടാവുന്നപ്പോൾ കാട്ടി കൂട്ടാണ്ട് പൊട്ടണേ. ലൈറ്റർ ഉണ്ടോ കാണില്ല. പിന്നെ അതിൽ 2 സാധനങ്ങളുണ്ട് കേട്ടോ. സ്കെയിലുണ്ട്. പിന്നെ ABCDFCൻ്റെ സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ബോർഡ് തന്നെ സെറ്റ് വരെ ഉണ്ടാവും കേട്ടോ. നമ്മളെ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റിക്കേഴ്സൊക്കെ വേറെ കാണണ്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ. കണ്ടാ ഇവിടെ അവിടെ തുയ്യ അവിടെ കാണാനില്ല. കുറച്ച് ഇനി മാറുന്നത് കാണിച്ചെടുക്കട്ടെ. ഇതിൻ്റെ ഇത് കോമ്പസ് ഉണ്ട്. ഇതിൽ പെന്നിൻ്റെ പെൻസിലും പെന്നും കൂടി വെക്കാൻ ഉണ്ടാക്കിയൊരു പെട്ടി കൊണ്ടുണ്ടാക്കിയൊരു റാക്കാണിത്. ഇതിലാണെങ്കിൽ കോപ്പി കട്ടേഴ്സ് ഉണ്ട്. ഇതിലെന്തൊക്കെ കളേഴ്സും എന്തൊക്കെ ഉണ്ട്. ഇതിലെന്തായാലും ബോക്സുകൾ കളർ അടിയിൽ കളേഴ്സ് ഉണ്ട്. സിൽപ്പുകളുണ്ട് ഇവിടെ. ഇവിടെ ഉണ്ട്. നമുക്കിത് ക്ലീൻ ആക്കേണ്ട സാധനം കണ്ടോ ഈ കുഞ്ഞി ഷാപ്ലർ ഇത് വാങ്ങിയത് കേട്ടോ. ഞങ്ങൾ കടയിൽ നിന്ന് യാറാ ഷോപ്പിൽ നിന്ന് വാങ്ങിയത് കേട്ടോ. ആവശ്യമായിട്ട് പപ്പയ്യ ഉപയോഗപ്പെടുന്നുണ്ട്. വെറുത്തൊന്നല്ല. നല്ലൊരു സാധനം. നല്ല വില ഉണ്ടെങ്കിലും പപ്പയ്യ കുട്ടികൾക്ക് ഉപയോഗപ്പെടും കേട്ടോ.
ഇതാണ് ഒരു ഉള്ളിലുള്ളത്. ഇത് ഞാൻ പുറത്ത് ഇത് നമുക്ക് ക്ലീൻ ആക്കി വെച്ചാൽ നമുക്ക് ഇത് പുറത്തേക്ക് ഇറങ്ങണ്ട ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇത് കൊണ്ട് കൂട്ടിട്ടു. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നതാണ് പറയുന്നത്. ഉള്ളിൽ കൂട്ടി ഇതൊക്കെ തന്നെ ലൈറ്റ് കത്തിക്കുന്നു. പെൻസിൽ ബോക്സ് ഉള്ളിലുണ്ട്. ഇതിൻ്റെ MRP 17 രൂപ ഉള്ളൂ. നമ്മളെ നാട്ടിൽ 117 രൂപ ഉണ്ട് എന്നാണ് ഈ ചിലവ് പറയണത് കേട്ടോ. പക്ഷെ ഞങ്ങൾ നാട്ടിൽ നിന്ന് വാങ്ങിയതല്ല. ഞങ്ങളിത് വാങ്ങിയത് നമ്മോൻ്റെ അടുത്ത് പോയിരുന്നു, ഈരോട് പോയിരുന്നു. അവിടെ നിന്ന് വാങ്ങിയത് കേട്ടോ. അവിടെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്, സൂപ്പർ മാർക്കറ്റിന്. കണ്ടോ MRP 17. ഈ MRP നോക്കാം. ഈ MRP നോക്കണ്ട കേട്ടോ. ഈ MRP ആണ് 17 കേട്ടോ. ഇതാണ് MRP. ഇവിടെയൊക്കെ നല്ല വില ലാഭം കിട്ടോ. പിന്നെ നമുക്ക് ഒരു കൊട്ടം കൂടി കിട്ടോ. ഇതിലൊന്നും എന്തൊക്കെ സാധനം ഇട്ടേക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കാല് സ്പ്രേ കുപ്പി നമ്മളെ കളക്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ അതും കളക്ട് ചെയ്ത് വെച്ചിരിക്കണ്. വേസ്റ്റുകളാ സ്പ്രേ കുപ്പികൾ ഇനിയുണ്ട് കേട്ടോ. ഇതിലാണ് ചെറിയ റിസ്ക് ഉണ്ട്. ഇതിലാണ് റിസ്ക്. ഈ ലെയർ മൊത്തത്തിലൊരു പഴയാൻ മതി. ഇത് മൊത്തം കുട്ടി ഇത് നോക്കണ്ട ഗൈസ്. ഇത് നമുക്ക് അറിയാം, നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടാവും ഓഫീസ് ബ്ലോഗില്. ഇവിടുന്ന് കാണുന്നുണ്ട്. കല്യാണം ഡ്രസ് പിന്നെ നമ്മൾ കാണിച്ചു തന്നെ കേട്ടോ. വേസ്റ്റ് ആണ് ഇത് വേസ്റ്റ് ആണ്. അത് MX തന്നെ എൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ എന്നെ കാണുന്ന എന്നെ കാണാൻ ഞാൻ അവിടെ ഉണ്ട് കേട്ടോ. ഞാനതിൽ കാട്ടിൽ പോട്ടാ. ഇവിടെ ഇവിടെ കുക്കറിന് കാട്ടിലൊക്കെ കുഞ്ചി കണ്ട് ഇവിടെ വന്നു കണ്ടു തോന്നാം. ഒന്നിച്ച് കാണിക്കടാ. 10 കളേഴ്സ്. ഒന്നത് ഓറഞ്ച്, അത് കേട്ടോ ഓറഞ്ച്. സെക്കൻഡ് ബ്ലാക്ക്, ഒരു പെയിന്റ് സെറ്റ്, ഒരു കാപ്പി, വൈറ്റ്, ഒരു യെല്ലോൻ്റെ ആയിട്ടുള്ള കളർ, ഒരു ഗ്രീൻ, ഒരു പർപ്പിൾ, ബ്ലൂ, മത്സ്യം കളറ്, ചോപ്പ്. ഇത്രയുള്ളൂ മോൾസ്. ഇതുകൊണ്ട് ഏത് പെൻസിലിൻ്റെ അത് കാണിച്ചെടുത്തല്ലോ. ഷോട്ടല്ലോട്ടാ. അതിൻ്റെ വിശദീകരണം ജസ്റ്റ് ഒന്ന് കാണിക്കാൻ മതി. എന്താ വലിയ കളറിന്റെ വെയിറ്റ് ഒക്കെ താങ്ങാൻ ഈ സാധനം. ഇപ്പോൾ സ്പ്രേ കുപ്പികളെ കളക്ഷൻസ് ആട്ടോ. അതൊന്ന് ഫുള്ള് അതിൻ്റെ ഒരു കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാനാ 50 രൂപയുടെ പെയിന്റ് ബ്രഷ് ഒന്ന് കാണാൻ ഞാൻ നോക്കണ്ട, ഒന്ന് ബാക്കിലുണ്ട്. ഇല്ല ചെയ്തൂടെ എന്ത് ഒന്നും തൊയ്ക്കുന്നുണ്ടോ? ഒന്നും തൊയ്യാ. നമുക്ക് പെയിന്റ് ബ്രഷ് ആയിട്ട് പെയിന്റിങ് ബ്രഷ് ആട്ടോ. പെയിന്റ് ബ്രഷ് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കത്തിയിട്ട് കാണിച്ചത്. സിമ്പിൾ സാധനം കാണിച്ചിട്ടോ. തലക്കണി 100 രൂപ കിട്ടുന്ന തലക്കണി ആട്ടോ ഗൈസ്.
അയിമൂർക്കുള്ളൂ ഗൈസ് കള്ളം പറയാതെ 100 ഉറുപ്പിക 3 കിട്ടും. ഞാൻ വെറുതെ ഗൈസ് അത് ഓനോർക്കാൻ കഴിയാതെ കഴിച്ചു. ഓൻ പലതും പോലെ സംഭവം ഗൈസ് കീറിട്ട ആശയ കാണിച്ചില്ല കേട്ടോ. ഉണ്ടോ ഇതാണ് നമ്മളെ തലക്കണി. ഏത് എത്ര അല്പം വരും അങ്ങനെ കഴിച്ചാൽ പോകും മാറപ്പൊട്ട എത്ര അല്പം വരും. നമ്മൾ ഹെയർ ഫില്ല് ചെയ്യാനാണ് ഈ ഇവിടെ ടോപ്പുണ്ട്. അടുക്കള പഠിക്കല്ലേ ടോപ്പുണ്ട്. ഈ ടോപ്പ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ മതി. ഓപ്പൺ ചെയ്തായതുകൊണ്ട് നമ്മളിതാ ഇതിനുള്ളിൽ ടോപ്പുണ്ട്. ആ ടോപ്പ് ഒന്ന് ഓപ്പൺ ആണെങ്കിൽ ഈ ഭാഗം ഒന്ന് നമ്മളൊന്ന് അമർത്തി പിടിച്ചാൽ അമർത്തി പിടിച്ചുമ്പോൾ ഓപ്പൺ ആവും. നമ്മൾ ഹെയർ ഫില്ല് ചെയ്യുമ്പോൾ നമ്മളെ കാലത്ത് തന്നെ നമ്മളൊന്ന് ഊരി കൊടുത്താൽ മതി. കണ്ടു ഗൈസ് നമ്മൾ ആ ഹെയർ ഫുള്ളായ കാറ്റ് പോകട്ടെ. കാറ്റൊന്ന് ടോപ്പ് ഇട്ടോട്ട് ഇതാൽ മതി കേട്ടോ. കണ്ടു ഗൈസ് തലക്കണ കിട്ടി 100 ഉറുപ്പികയ്ക്ക്. ഞങ്ങളൊരു ഡ്രസ്സ് വെക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് ഞാനൊരു ചേച്ചി ഇത് കണ്ടപ്പോൾ 2 വാങ്ങി തോന്നി ഉള്ളതാ. പിന്നെ പശ ഗൈസ് സെയിം സാധനം കേട്ടോ. ഇത് ഇഷ്ടപ്പെട്ടു. ഞാൻ എടുക്കുമ്പോൾ അതൊക്കെ ഞാൻ ഉപയോഗിക്കില്ല. പേയ്മെൻറ്റ് സമയത്ത് കറക്റ്റ് ഇഷ്ടമാണ്. അടുത്ത സാധനം മനസ്സിലായി. ഗൈസ് 10 രൂപയുടെ പശ ഗൈസ് ഒരു കാര്യം മറന്നു ഇത് എക്സ്പീരിയൻസ് ചെയ്യാം. ഇത് വലിച്ചറിയാം നിങ്ങൾ എന്തൊക്കെ വേണ്ട സാധനങ്ങൾ പിന്നെ സാധനം കണ്ടല്ലോ. പേപ്പർ സൂപ്പ് എല്ലാവരും ഇത് വാങ്ങിയെന്നോ അറിഞ്ഞ പാടാക്കുമ്പോൾ വാങ്ങി ഉപയോഗിച്ചിരുന്നു. പക്ഷെ പിന്നെ ഇതിനെക്കുറിച്ചുള്ള റെഡ് ന്യൂസ് വരാൻ തുടങ്ങി കേട്ടോ. ന്യൂസുകൾ ഇത് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടാണ് മെയിനായിട്ട് ഇറക്കിയത്. ഇതിനോട് ഇപ്പോൾ വേണ്ട. ഇത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞില്ല. കുട്ടികൾ ഇത് കൈയിട്ട് കേൾക്കുമ്പോൾ നമ്മൾ കൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ കൈ തൊട്ടൊക്കെ നോക്കില്ലേ. കൈ കുട്ടികൾ തൊട്ടുകാണ്ട് കുട്ടികൾ കൈകൊണ്ട് ഫുഡ് തിന്നാണ്ട് ഈ മരിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് അറിയില്ല കേട്ടോ. ഓരോന്ന് പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ നമ്മൾ ഈ അവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുപ്പീനെ കേട്ടോ. അപ്പോൾ അതിന് പല ഓപ്ഷനുണ്ടായിരുന്നു. അതൊക്കെ മിക്സ് ചെയ്താണ്. അപ്പോൾ ഇത് പാടില്ല. മുതൽ ഒഴിവാക്കാൻ നിൽക്കുകയാണ്. എന്താ അവനെ ഇഷ്ടം പോലെ വെറുതെ ഒഴിവാക്കില്ലേ. പേപ്പർ സോപ്പ് ആണല്ലോ. ഉപയോഗിക്കില്ല. കുറേ ഷോക്ക് വെക്കണല്ലോ. ചെറിയ കുട്ടികളെ കൊടുക്കാതിരിക്കുക. അതിലൊക്കെ ഉണ്ടാവും. ചെറിയ കുട്ടികളെ മാക്സിമം കൊടുക്കുന്നത്. അവർ എന്താ ചെയ്യുന്നത് തൊള്ളയിലൊക്കെ ഇട്ടും മുട്ടായി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ കുഞ്ഞുങ്ങൾക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഡേഞ്ചറാണ് ചേച്ചി. ഓനന്മാരായിട്ട് ബൂട്ടേക്കണം. ഇത് ക്യൂട്ട് ഉണ്ടോ ഗൈസ്? ക്യൂട്ട് ഉണ്ടോ? ക്യൂട്ട് ക്യൂട്ട് ഉണ്ടോ പറയും. ഞാനൊരു ബുക്ക് ഉണ്ടാക്കി. ഇതേപോലെ ചെറിയൊരു ക്രാഫ്റ്റ് ഉണ്ടായിരുന്നു. ഇതിന് നമ്മൾ ഇട്ടിട്ട് കേട്ടോ. ഇത് ക്രാഫ്റ്റ് ചെയ്ത് അന്നൊക്കെ തോന്നിയില്ല ചെയ്ത്. പിന്നെ വന്ന് ഞാൻ അങ്ങനെ ഒരു ഉപ്പായിട്ട് ചെറിയ സാധനം ഉണ്ടാക്കാൻ പോകുമ്പോൾ എനിക്ക് ക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇതിൽ വന്നത് കേട്ടോ. അപ്പം അങ്ങനെ 2ാമത് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇതങ്ങനെ പ്ലാനിങ്ങളോട് വെക്കടാ. അപ്പോൾ ഇത് നേരെ ഇട്ടിട്ടില്ല. മലിപ്പത് കണ്ടോളൂ. ഇത് എന്താ ഉണ്ടാക്കിയതെന്ന് വിശദിച്ച് കൊടുക്കാം. നേരെ ഉണ്ടാക്കിയത് പറഞ്ഞോ. ഓൻ പറഞ്ഞു ഞാൻ പറഞ്ഞോളൂ അറിയാം. അതിനെ പറ്റി അറിഞ്ഞാലാണ് പറയാൻ പറ്റും. ആദ്യം ഒരു A4 പെട്ടെന്ന് ചെറുതായിട്ടൊരു കൈ കൊടുത്താൽ മതി. നമുക്ക് ഇതിന് കൊടുത്താൽ ആദ്യം പേപ്പറൊക്കെ മേടിച്ചു. അതിൻ്റെ ഉള്ളിൽ എന്താ പേപ്പേഴ്സ്. ഈ സാധനം എന്താ പേപ്പർ. ഇതോ പേപ്പറാണ്. പേപ്പർ ഉണ്ടാക്കി അതെ ഇതാണ് ഗൈസ്. ആദ്യമില്ല ഒരു A4 ചെറിയ A4 ചെറുതായിട്ടൊന്ന് കാണിച്ചു ക്രിസ്റ്റാണ് അങ്ങനത്തെ നോക്കാം. പിന്നെ വേറെ ചെറിയ ക്രാഫ്റ്റ് പോകുന്നുണ്ട്. ഇതെന്താണെന്ന് അറിയില്ല. അത് ചില ബുക്കാകും. ഇതോ കാണിച്ചത് ചെറുത്തിയാണെന്നുള്ളതാണ്. പിന്നെ ഉണ്ടാവും പറയണട്ടോ. ഞാനല്ല അതിനകത്ത് വരാട്ടോ. കത്രിക അങ്ങനെ കത്രികയാണ് വിശ്വസിക്കാതെ കയറി കണ്ടാവും. ആദ്യം ഇങ്ങനെ വറക്കാം. നിങ്ങൾക്ക് എത്ര വലിപ്പം വേണം. ഞാൻ അങ്ങനെ വരയ്ക്കാൻ വേണ്ടി എത്ര വലിപ്പം വേണമെന്ന് ഉദ്ദേശിക്കാം. നിങ്ങൾ കേസ് എത്ര വലിപ്പം വേണമെന്ന് ഉദ്ദേശിക്കാം. ഇങ്ങനെ ഉണ്ടാക്കി വരാം. ഞാൻ എത്ര വലിപ്പം എടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇതേപോലെ വേണമെങ്കിലില്ല ഒരു ഷീറ്റ് പോലെ വേണമെങ്കിൽ അവിടെ ഇങ്ങനത്തെ ഒരു വെള്ളം ഇങ്ങനെ ഉണ്ടാവും. അങ്ങനത്തെ അതിങ്ങനെ കീറിക്കള വെക്കണം. ഈ അരക്ക് അതിങ്ങനെ കീറിക്കളയങ്ങൾ
ഇവിടെ ഇങ്ങനെ കീറിക്കളിയാ. എന്നിട്ട് അവിടെ ഈ വൈറ്റ് ഇങ്ങനെ ഒട്ടിച്ചേക്കാം. ഒട്ടിച്ച് ഇങ്ങനെ വെച്ചാൽ മതി. ഞാൻ ഉണ്ടാക്കി ഇവിടെ ഒട്ടിച്ചേക്കാം. അതല്ലേ ഉള്ളൂ, അത്ര ഒരു പണി. ഞാൻ വേണം വിശ്വസിക്കാൻ ഇപ്പം ഇത് ചെയ്യാൻ കഴിയില്ല. അടുത്ത വീഡിയോ നമുക്ക് അമ്മത്തെ ഉണ്ടാക്കിട്ട് കാണിച്ചു തരാം. എടാ നീ ചെയ്യാം. നമ്മൾ സാധനം എടുത്തിട്ടുണ്ടോ മോൻ്റെ പണിയിലോട്ട് പോകാട്ടോ. നമുക്ക് ഇനി നേരം പോകും, അല്ലെ എൻ്റെ അമ്മോട് ചൂടാവും. ഒരു പണി ഞാൻ തുറക്കാൻ എനിക്ക്. വീഡിയോ എടുത്തോളാ. ഞാൻ അതൊക്കെ ചേട്ടൻ കാണിച്ചിട്ടോ. സാധനം കാണിച്ചിട്ടോ. പേപ്പർ സോപ്പിൻ്റെ ഒരു ബോക്സ് പേപ്പർ ഷേപ്പിലാണ്. രണ്ട് ഷേപ്പ് ഉണ്ടെങ്കിൽ ഒന്നാമത് ഷേപ്പ് ഇട്ടു. അതൊക്കെ ഓൻ്റെ മറ്റേ ഇതിലോട്ട് ആക്കിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ആവശ്യമില്ല. കാണിച്ചിട്ടോ. അത്രയും 1 2 3 12 കിട്ടുമോ? 4 ഒരു കോട്ടുകളാണ്. പിന്നെ ഈ ബോക്സിലാണ് ഇങ്ങനെ തുറന്ന് ഞാൻ കത്തിക. പിന്നെ ഞാൻ വേറെ ഉണ്ട് ഇവിടെ. അത് പെട്ടാണ്. ഇതിങ്ങനെ തുറന്നാൽ തുറങ്ങാൻ അറിയില്ല. തുറക്കി കാണിച്ചാൽ ഞാൻ തുറക്കി കാണിച്ചില്ല. തിരിച്ചൊക്കെ ഞാൻ കാണിച്ചെടുക്കോ. ഇതിങ്ങനെ ഇങ്ങനെ 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 ഓക്കെ. ഇത് ഇവിടെ ഈ ഷാന മെല്ലെ ഇങ്ങനെ പൊങ്ങുമ്പോൾ ഷാന പൊങ്ങി ഇങ്ങനെ ഇതാണ് നേരത്തെ കൂണൊക്കെ കോഴി കളിച്ചെന്താ ഇതിൽ ഞാനത് ഇതൊന്നും വേണം. ഇതൊക്കെ ആക്കോടെ ചെയ്താൽ കിട്ടും. ചെറിയ കത്തി കണ്ടോ? അത് അതിൽ കണ്ട് വലിച്ചാൽ മതി. സ്വിച്ച് ഉണ്ട്. ഇതാണ് വലിച്ചറിയാം. ഇതൊന്നും വേണ്ട. ചേർപ്പുണ്ട്. അതിൻ്റെ വലിപ്പം മൂടി ആയേക്കാം. ഞാൻ മുന്നോട്ട് നോക്കിയിട്ട് വാങ്ങട്ടെ. കുപ്പി കാലിയാണ്. പിന്നെ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചോ? ആള് കാണേണ്ടി അങ്ങനല്ല ഞാൻ അവൻ്റെ ഫോട്ടോ കാണിച്ചു. ചുച്ചുണ്ട്. മുന്നത്തെ ഫോട്ടോ ഉണ്ട്. ആറ് പാച്ചകതി കൊണ്ടിട്ട് പാച്ചിയ അതിന്റെ മൊഞ്ചി കണ്ടല്ലാരും ഗൈസ്. സാറ് ഗൈസ് അടുത്ത പ്രാവശ്യം കാക്കാന്റെ മൊഞ്ചി കാണിച്ചെടുക്കാം. ഏതോ ഒരു കണ്ടത്തിന്റെ കട്ടുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുന്നത് ഇതെന്ത് സാധനം നമുക്കറിയില്ലേ. അതിന്റെ 2V സ്കെയിൽ അതൊക്കെ പറഞ്ഞു. ഇപ്പൊ പറയണേ പറഞ്ഞു. ഇതൊക്കെയാ ചെയ്യുന്ന പറയുന്നുണ്ടോ ഫോട്ടോയും ഒരുപാട്. ഈ സെന്റാണ് കേസ്. ഞാൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു സ്പ്രേ ആയിരുന്നു കേട്ടോ. സ്വന്തം ജാസ്മിൻ സ്പ്രേ. ദർശനൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞാന്ന് വായത്. ആ ദർശനയിലാണ് ചെമ്മാട് ഉള്ള ദർശന കേട്ടോ. അവിടെ ആദ്യം ഞാൻ സ്പ്രേകളൊന്നും ചെയ്യണേ. പിന്നെ നമ്മൾ പൊളിച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. അവിടെ ഭയങ്കര ജാസ്മിൻ സ്പ്രേ കേട്ടോ. ഉദ്ഘാടനം കഴിഞ്ഞ് നമ്മൾ ചേർന്ന അതിനെ ഡ്രസ്സ് എടുക്കാനായിട്ട് പോയപ്പം നല്ല ഇതാണ് കേട്ടോ. ഇഷ്ടമായിട്ടില്ല. ഇത്രയായിട്ട് പോകുമ്പോൾ ഇത്രയൊന്നും ചെയ്യട്ടോ. ഞാനൊക്കെ വെളി കൊടുക്കുന്നുണ്ടാവും കേട്ടോ. പിന്നെ ഇത് എത്ര അതിന് 100 രൂപ ഇതിൽ വരുന്നത്. ബോക്സിലായിട്ട് തരും. ബോക്സ് പ്ലേറ്റിന് അങ്ങോട്ട് പോയി. ഇതാട്ടോ സ്പ്രേ ജാസ്മിൻ. എല്ലാം വേണം സ്പ്രേ ആണ്. എന്നാൽ ഇതും ഇതിൻ്റെ പേര്
നല്ല അറിയില്ല ചെറുതായിട്ട് കളിക്കാം രീതിയിലങ്ങനെയാണ് ഇതും നല്ല മാറൊരു ബ്രാൻഡ് കേട്ടോ ഇത് കുടിച്ചാ ഇതുകൊണ്ട് ഇതാ ഇവിടുന്ന് കിട്ടിയതാന്ന് അറിയില്ല ഇത് അറിയില്ല കേസ് എനിക്ക് ഇത് ഞാൻ കാണിച്ചു തരാം അപ്പോഴത്തേക്ക് നമ്മുടെ എൻ്റെ ഒരു ലൈറ്റ് പണി ചെയ്തത് കത്തി എന്ന് പറയണതാ ഞാൻ 2 ലൈറ്റിൻ്റെ ഒപ്പം കത്തിച്ച് കാണിച്ചത് ക്യാമറ ഓളാക്കി പൊയ്ക്കളഞ്ഞു ഞാൻ ഇവിടെ ഇതിൻ്റെ മുകളിലാണ് ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ കുറേ നാൾ കൈയിട്ട് പിടിച്ചുമ്പോൾ കൈ കടയേണ്ടി പിന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചതാണ് അത് കൊടുത്ത് മാറ്റിയപ്പോഴത്തേക്കും അവിടെ ഉണ്ട് കാണിക്കാൻ നോക്കിയോ കാണണ്ടല്ലേ ഏറ്റവും ഈ സ്പ്രാക്ക് വരുന്നത് 120 ആട്ടോ അങ്ങനെ റൈറ്റ് കാണുന്നുണ്ടാവുന്ന കാണിച്ചു തരാം 120 നിങ്ങൾ കാണുന്നത് നോക്കട്ടെ കാണിയോ എന്തായാലും 120 ഉറുപ്പ്യ ഉണ്ടായി ഇവിടെ 120 റൈറ്റ് ഇട്ടോടാ കേട്ടോ കാണുന്ന പ്രതീക്ഷിക്കുന്നു ഈ കറക്റ്റാ സ്പ്രാക്ക് നല്ല ഫോണം കാണാൻ നീ കാണാം ഇതേപോലെ വെറുതെ ഞാൻ ഉപയോഗിക്കും അത് മണമുള്ള സ്പ്രാക്കുകളാണ് CR7 ആണ് പിന്നെ CR തന്നെ CR7 പറഞ്ഞു CR7 എത്തിയാ റൊണാൾഡോന്റെ ഒരു റൊണാൾഡോന്റെ ഫാൻസ് ആയിട്ട് എന്ത് കമന്റ് ചെയ്യോ റൊണാൾഡോ ഫാൻസുകൾക്ക് മെസ്സിന്റെ ഫാൻസുകൾക്ക് കമന്റ് ഇല്ല ഓക്കെ വാങ്ങിയത് ഈ മുളക് ഏകദേശം ഒന്നായി ചെറിയ വ്യത്യാസം ഉണ്ടാവും കറിയില്ല ഇന്ത്യയിൽ തന്നെ തോന്നുന്നു അതിങ്ങനെ അറിയാം ഈ സാധനമൊക്കെ ഏകദേശം ഒരു സ്മെല്ലിങ്ങാണ് അതിൽ ഒന്നും കൂടി ഉണ്ടാവും പിന്നെ സ്റ്റിക്കറും സാധാ കുപ്പി ഇതിലെന്ത് വന്നാലും എനിക്കറിയില്ല കേട്ടോ ഇത് നല്ല നൈസ് ഇഷ്ടപ്പെട്ടു ഞാൻ പാട്ടാൻ പറ്റില്ലല്ലോ വീഡിയോ എടുക്കുമ്പോൾ നൈസ് പിന്നെ ഇത് ഞാൻ ആദ്യം എത്ര ഇഷ്ടമാണ് ഇതെന്നോട് കിട്ടാറില്ല സ്പ്രേയാണ് ആദ്യം മുതലേ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് പക്ഷെ ആ കുപ്പി ഉണ്ട് കേട്ടോ ഇത് ഇവിടെ കിട്ടുമെന്ന് ഞാൻ അറിയില്ല കിട്ടുകയാണെങ്കിൽ വാങ്ങണം ബോക്സിന് 100 ഉറുപ്പിക ഉള്ളൂ പുഷ്പത്തിന് മണം മാറിയിരുന്നു നല്ല സ്മെല്ലല്ലേ എന്തോ നീ കളർത്തിയുമായി ഇത് സ്പ്രേ അതിലെന്തോ ചെയ്തു എന്തോ എടുക്കേ ഇതിനെന്തോ കലർത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയ കുപ്പിയുണ്ട് അത് എനിക്ക് ഇഷ്ടമുള്ള സ്പ്രേ ആട്ടോള് അതെന്നെ നമ്മൾ എപ്പോഴും വാങ്ങത്തുള്ളൂ കുട്ടപ്പിള്ളാണ് അത് നല്ല സ്പ്രേ ആണ് അതിന് 100 ഉറുപ്പിക തരണം പിന്നെ ഒരു പ്ലാസ്റ്റിക് അത് 200 ഉറുപ്പിയുണ്ട് നമുക്ക് ഇത് ഉസ്താദ് എന്നല്ലാണ്ട് ഉസ്താദ് കൊടുത്ത സ്പ്രേ ആണ് സ്പ്രേയുടെ മണം ചോദിക്കളേ അവിടെ ഓറഞ്ച് മാത്രമേ കത്തിനുള്ളൂടാ അതിപ്പോൾ തന്നെ ടോട്ടലി കുറേ സ്പ്രേ ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ സ്പ്രേ ഉണ്ടെന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത് പിന്നെ അത് ആ കോട്ടി സ്റ്റിക്ക് പോയോ ഈ സാധനം ആദ്യം ഇതിങ്ങനെ കൊണ്ടുകണ്ട നമ്മളെ കഴിച്ചു വേസ്റ്റ് മാസ്കറ്റ് ഉണ്ടാക്കി ഇത്ര പാപ്പ ഗ്ലാസ് ഉണ്ടാക്കി അതാണ് ഇതൊക്കെ പോയോ എനിക്കറിയാം പറഞ്ഞേ മുമ്പ് കുറിച്ചു ആദ്യം പറയാം ഇത് വേസ്റ്റ് മാസ്കറ്റ് കണ്ണു മുമ്പൊക്കെ ഉണ്ട് ഇതെവിടെ പോയി നാവും ഇവിടെ ഉണ്ട് കണ്ണുതാ നമുക്ക് ഏതാ മുമ്പൊക്കെ ഇതിൻ്റെ MRP 25 ആട്ടോ പൈസ നല്ല സ്പൈസ് ഉണ്ട് ഇഷ്ടപ്പെട്ടൊക്കെ പോകാൻ ഇന്തോനേഷ്യ പക്ഷേ മൂന്ന് നല്ലതാട്ടോ ഈ കുട്ടികളി ഇപ്പോൾ ഈ വേസ്റ്റ് കട്ടണൊക്കെ ഇട്ടുള്ളൂ പിന്നെ വാങ്ങാൻ ആകട്ടോ അപ്പോൾ ഇതിലൊന്ന് റൂമിൽ ഒരു അരുവുണ്ടെങ്കിൽ ഒരു രസം ടച്ചാൽ മതി കുട്ടികൾക്കൊരു ഫയൽ
ഓൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കുള്ളൂ. അത് ഞാൻ നോക്കട്ടെ. അപ്പം എൻ്റെ ഒരു നോട്ട്ബുക്ക് ഉണ്ട്, ഫയൽ നോട്ട്ബുക്ക് ഉണ്ട്, കേസ് പഠിച്ച അട്ടപ്പെട്ടി അതൊന്നും വേണ്ട, അത്ര വലിച്ചറിയാം. സിപ്സ് ഉണ്ട്, ഇതൊക്കെ ഒന്ന് കാണിച്ചു. ഇത് ഞങ്ങൾ വാങ്ങിയ സിപ്പ് അല്ല, അത് നമുക്ക് ഫ്രീ കിട്ടിയ സിപ്പ്. അതൊക്കെ തീരെ ഇഷ്ടപ്പെട്ടില്ലേ, ഫ്രീ കിട്ടിയ സിപ്പ്. അവിടെ ഞാൻ വെറുതെ അതുകൊണ്ട് അതിലോ വെച്ചിട്ടുണ്ട്. കുറച്ച പൂത്തിരിന്റെ പെട്ടികളാണ് പെരുന്നാളിന് പടക്കം പൊടിച്ച പെട്ടിയ കണ്ടതൊക്കെ നമ്മൾ വേസ്റ്റ് കിട്ടും. പിന്നെ അതിന്റെ കളറാണ് പോയിക്കോട്ടെ. പിന്നെ അടി കച്ചറുണ്ട്, അത് ആരും കണ്ടില്ലായിരുന്നു. പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ പിന്നെ ഫ്രെയിം ഉണ്ടായിരുന്നു. 50 രൂപൻ്റെ ഫ്രെയിമിൻ്റെ ബോർഡ് വാങ്ങിക്കാണ്ട് ഓരോ ചിത്രം കൊടുക്കാതെ എഴുതാണ്ട്, ചിത്രം വരച്ച് കൊടുക്കാതെ എഴുതാണ്ട് അതിനുള്ള കൊണ്ടിരിക്കുന്നു. പുതിയ ചിത്രം വെക്കാനുള്ള ഈ സൈഡ് നമുക്ക് തുറക്കാൻ പറ്റുക. ഈ 4 സാധനം കൊണ്ടിരിക്കുക, സ്വന്തം വെക്കുക. ഇത് കൊണ്ടിരിക്കാണ്ട് കടപ്പിലൂടെ കിട്ടും. ഇവിടെ വരുന്നത് കടപ്പ് കിട്ടും. പിന്നെ കാണുന്ന കൂടുതൽ ഓപ്ഷനാണ്. ഇതാണ് ഫ്രെയിം ഉണ്ടോ, അതൊരു ചിത്രം. പിന്നെ എന്ത് ചെയ്യുക, ഇതൊരു നോൺ ചെയ്ത് ഇത് വേറൊക്കെ ചെയ്യും. നമ്മൾ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അധികം ലെൻത്താക്കി ഫാസ്റ്റായി കാണിച്ചത്. ക്ലീൻ ചെയ്യുന്നതിന് കാണാം, സാധനങ്ങളൊക്കെ ഒന്നും കണ്ടില്ലേ. ഈ ക്ലീൻ ചെയ്ത് ഗർമാർക്ക് ഉള്ളിലോട്ട് വെച്ചിട്ട് കാണാം. ഇത് അധികം ലെൻത്താകുമ്പോൾ കുറേ നേരം കണ്ടു മടുക്കലായിരുന്നു, അപ്പോൾ അത് ഇഷ്ടമുണ്ടാവും. നമ്മൾ വീഡിയോ ഇവിടെ സ്റ്റോപ്പാക്കുന്നുള്ളൂ. ഇതാക്കി ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം ഗൈസ് കാണാട്ടോ, നിങ്ങൾക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം കാണാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഒരുമാറിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് കേട്ടോ, സെറ്റായിരിക്കും. കണ്ടോ നമുക്ക് വീഡിയോ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട മിനിറ്റ് മുന്നേ ക്ലോസ് ചെയ്യാൻ പറ്റും, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് പറയാം. വൈൻഡപ്പ് പറയാൻ ക്ലോസ് ചെയ്യാം. like, share, like,